കുരിശിലേറ്റപ്പെടും മുൻപ് അവസാനമായി ജെറുസലേം നഗരത്തിലെത്തിയ യേശുവിനെ ഒലീവ് ചില്ലകളും ഈന്തപ്പനയോലകളും വഴിയിൽ വിരിച്ചാണ് വിശ്വാസികൾ സ്വീകരിച്ചത്. കഴുതപ്പുറമേറിയെത്തിയ യേശുവിനെ ഓശാന പാടി രാജാവിനെ പോലെയാണ് ജെറുസലേമുകാർ ഊഷ്മളമായി വരവേറ്റത്. ആ ചരിത്രത്തിന്റെ അനുസ്മരണ നാളാണ് ക്രൈസ്തവ വിശ്വാസികൾക്ക് ഓശാന ഞായർ. ക്രിസ്തുവിന്റെ പീഡാനുഭവത്തിന്റെയും കുരിശുമരണത്തിന്റെയും ത്യാഗനിർഭരമായ ഓർമ്മകൾ വീണ്ടും അയവർക്കപ്പെടുന്ന വാരാചരണത്തിനാണ് കുരുത്തോല പെരുന്നാളോടെ ഞായറാഴ്ച തുടക്കമായിരിക്കുന്നത്. 50 ദിവസം നീണ്ട വ്രതാനുഷ്ഠാനം അവസാന വാരത്തിലേക്ക് കടന്നിരിക്കുകയാണ്. യേശുവിൻ്റെ അന്ത്യ അത്താഴത്തിൻ്റെയും കാൽവരിക്കുന്നിലെ കുരിശുമരണത്തിൻ്റെയും ഉയിർപ്പ് തിരുനാളിൻ്റെയും എല്ലാം ഭക്തി നിർഭരവും ത്യാഗഭരിതവുമായ ഓർമ്മകൾ അയവർക്കപ്പെടുന്ന നാളുകളാണ് ഈ ലോകമെങ്ങുമുള്ള ക്രൈസ്തവ വിശ്വാസികൾക്ക്. ലോകത്തിൻ്റെ സകല ദിക്കുകളിലും ക്രൈസ്തവ വിശ്വാസികൾ ആ ഓർമ്മകളിൽ മുഴുകുമ്പോൾ അങ്ങ് ജെറുസലേമിലെ സ്ഥിതി എന്താണ്? ഓശാന ഞായർ ആഘോഷങ്ങൾ പരിമിതമായ ആചാരങ്ങളിൽ ഒതുക്കേണ്ടി വന്ന വേദനയിലാണ് വെസ്റ്റ് ബാങ്കിലെ ക്രൈസ്തവ സമൂഹം. വിശുദ്ധ ഗേഹങ്ങളിലേക്ക് കടക്കാൻ അനുവദിക്കാതെ വിശ്വാസികളെ ജെറുസലേമിന് പുറത്ത് തടഞ്ഞിരിക്കുന്നു ഇസ്രായേൽ സൈന്യം. അതുകൊണ്ട് തന്നെ ബത്ലഹേം, ജെറീക്കോ, റാമല്ല, നെബുലസ്, ജനീൻ എന്ന് തുടങ്ങുന്ന ചരിത്ര ഭൂമികളിലെല്ലാം ഇത്തവണ പകിട്ട് കുറഞ്ഞ കുരുത്തോല പെരുന്നാളായിരുന്നു ക്രൈസ്തവർക്ക്. ദേവാലയങ്ങളിലെ കുർബാനകളിലും പ്രാർത്ഥനകളിലും ആഘോഷങ്ങൾ ഒതുക്കേണ്ടി വന്നു. ജെറുസലേമിലെ ഓൾഡ് സിറ്റിയിലുള്ള ഹോളി സെപ്പൽച്ചർ ദേവാലയത്തിൽ ഉൾപ്പെടെ ഓശാന ഞായർ ചടങ്ങുകൾ നടന്നു. പക്ഷേ ജെറുസലേമിലെ ഓശാന ഞായർ പരിപാടികളിൽ പങ്കെടുക്കേണ്ടിയിരുന്ന വെസ്റ്റ് ബാങ്കിലെ ആയിരക്കണക്കിന് ക്രൈസ്തവ വിശ്വാസികൾക്ക് പഴയ നഗരത്തിലേക്ക് പ്രവേശിക്കാൻ പോലുമായില്ല. അവരെ അതിർത്തികളിൽ തടയുകയായിരുന്നു ഇസ്രായേൽ സൈന്യം. 1.5 ലക്ഷത്തോളം വരും വെസ്റ്റ് ബാങ്കിലെ ക്രൈസ്തവ ജനസംഖ്യ. ഇതിൽ വെറും 6000 പേർക്കാണ് ജെറുസലേമിലെ ചടങ്ങുകളിൽ പങ്കെടുക്കാൻ അനുമതി നൽകിയിരുന്നത്. തുടർച്ചയായി 2ാം വർഷമാണ് ജെറുസലേമിൽ നടക്കുന്ന ഈസ്റ്റർ ചടങ്ങുകൾ പരിമിതമായ ആളുകളിലേക്ക് ഒതുക്കപ്പെടുന്നതെന്ന് കസ്റ്റഡി ഓഫ് ഹോളി ലാൻഡിൽ ഉപമേധാവിയായ ഫാദർ ഇബ്രാഹിം ഫൽത്താസ് പറയുന്നു. എല്ലാവരുടെയും സ്വാതന്ത്ര്യത്തിനും സമാധാനത്തിനും നീതിക്കും വേണ്ടിയാണ് പള്ളികളിൽ പ്രാർത്ഥിക്കുന്നത്. അത്തരം പ്രാർത്ഥനകൾ ഇനിയും തുടരുമെന്നും ഫാദർ ഇബ്രാഹിം പറയുന്നു. ജെറുസലേമിലും ഓൾഡ് സിറ്റിയിലും കടുത്ത സുരക്ഷയും നിയന്ത്രണങ്ങളുമാണ് ഇസ്രായേൽ സൈന്യം ഏർപ്പെടുത്തിയിരുന്നത്. പ്രത്യേക പെർമിറ്റ് ലഭിച്ച ചുരുക്കം ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും മാത്രമാണ് ചെക്ക് പോയിന്റുകളിൽ ഇസ്രായേൽ സൈന്യം കടത്തിവിട്ടത്. നഗരത്തിലെ ഹോളി സെപ്പൽച്ചർ ചർച്ചും അൽ അഖ്സ പള്ളിയും ഉൾപ്പെടെയുള്ള വിശുദ്ധ ഗേഹങ്ങളിലേക്കും പരിമിതമായ ആളുകൾക്ക് മാത്രമായിരുന്നു പ്രവേശനമുണ്ടായിരുന്നത്. ഓൾഡ് സിറ്റിയിൽ സാധാരണ ബേത്ത്ഫാഗ് പള്ളിയിൽ നിന്ന് ആരംഭിച്ച് സെന്റ് ആൻ പള്ളിയിൽ സമാപിക്കുന്ന കുരുത്തോല പ്രദക്ഷിണം നടക്കാറുണ്ട്. അതിനും ഇത്തവണ നിയന്ത്രണമുണ്ടായിരുന്നു. അതേസമയം ജെറുസലേമിൽ കുരുത്തോല ആഘോഷത്തിന് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾക്കെതിരെ ഹമാസ് രംഗത്തെത്തിയിട്ടുണ്ട്. ഫലസ്തീൻ ജനങ്ങൾക്കെതിരായ വംശീയ ഫാസിസ്റ്റ് സമീപനത്തിന്റെ ഭാഗമാണിതെന്നാണ് ഹമാസ് വക്താവ് പ്രസ്താവനയിൽ പ്രതികരിച്ചത്. സ്വന്തം മണ്ണിലുള്ള വിശുദ്ധ ഗേഹങ്ങളിൽ പ്രവേശനം നിഷേധിച്ച് ഫലസ്തീനികളെ ജൂതമതത്തിലേക്ക് പരിവർത്തിപ്പിക്കാൻ വിഫലമായ ശ്രമം നടക്കുന്നുണ്ട്. അതിന്റെ തുടർച്ചയാണിപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതെന്നും പ്രസ്താവനയിൽ ഹമാസ് ആരോപിക്കുന്നു. മതസ്വാതന്ത്ര്യം നിഷേധിക്കുന്ന ഇസ്രായേൽ നടപടിക്കെതിരെ ലോകമെങ്ങുമുള്ള ക്രൈസ്തവ സഭകൾ ശബ്ദമുയർത്തണമെന്നും ഹമാസ് ആഹ്വാനം ചെയ്യുന്നുണ്ട്. അതേസമയം ഇസ്രായേൽ വ്യോമാക്രമണം തുടരുന്നതിനിടയിലും ഗസയിലെ ക്രൈസ്തവർ ഓശാന ഞായർ ആചരിച്ചിരുന്നു. ഹോളി ഫാമിലി ചർച്ചിലും സെന്റ് പോർഫിറിയസ് ഗ്രീക്ക് ഓർത്തഡോക്സ് ചർച്ചിലും 100 കണക്കിന് വിശ്വാസികൾ എത്തിയതായി ഫലസ്തീൻ മാധ്യമങ്ങൾ റിപ്പോർട്ടും ചെയ്തിരുന്നു. 1000-ലേറെ ക്രിസ്ത്യാനികൾ ഗസയിൽ കഴിയുന്നുണ്ട്. ഗ്രീക്ക് ഓർത്തഡോക്സുകാരാണ് ഇവയിൽ ഭൂരിഭാഗവും. ഇസ്രായേൽ ആക്രമണത്തിൽ നിരവധി ക്രിസ്ത്യാനികളുടെ ജീവനാണ് പൊലിഞ്ഞിരിക്കുന്നത്. ക്രൈസ്തവ ആരാധനാലയങ്ങൾ തകർക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ക്രൈസ്തവ സമൂഹം അഭയാർത്ഥികളായി കഴിഞ്ഞ ചർച്ചിന് നേരെയും സഭാ കെട്ടിടങ്ങൾക്ക് നേരെയും ഇസ്രായേൽ ആക്രമണമുണ്ടായിരുന്നു. ജെറുസലേമിലെ എപ്പിസ്കോപ്പൽ സഭയ്ക്ക് കീഴിൽ ഗസ സിറ്റിയിൽ പ്രവർത്തിക്കുന്ന അൽ അഹ്ലി ബാപ്റ്റിസ്റ്റ് ആശുപത്രിയിലും ഓശാന ഞായർ ദിനത്തിൽ ഇസ്രായേൽ മിസൈൽ വർഷിച്ചിരുന്നു. സംഭവത്തിൽ നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. അൽ അഹ്ലി ആക്രമണത്തിനെതിരെ ക്രൈസ്തവ സംഘടനകൾ ഉൾപ്പെടെ വിമർശനവുമായി രംഗത്തെത്തുകയും ചെയ്തിരുന്നു. ബോധപൂർവമായി നടത്തിയ ആക്രമണമാണിതെന്നാണ് അവർ ആരോപിക്കുന്നത്.